തന്നെ മുമ്പുള്ള അത്തരമൊരു സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഇത് ട്രംപ് തന്നെ മുന്നിൽ നിൽക്കുകയും വളരെ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ ഹമാസിന് ട്രംപ് തന്നെ നേരിട്ട് രേഖാമൂലം കൈമാറുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മധ്യസ്ഥ രാജ്യങ്ങൾ തുർക്കിയും ഈജിപ്തും ഖത്തറും തങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഈ കരാറിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനെ അട്ടിമറിക്കാൻ മുമ്പ് ശ്രമിച്ചതുപോലെ നെതന്യാഹുവിന് അത്ര എളുപ്പമാവുകയില്ല. ചില നീക്കുപോക്കുകൾ ചില കാര്യങ്ങളിൽ വേണമെന്ന് നെതന്യാഹുവിന് നിർബന്ധമുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ തങ്ങൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. ട്രംപ് തന്നെ ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നു. ട്രംപ് തന്നെ ഒരു ഗ്യാരണ്ടി ആയിട്ട് മുന്നിൽ നിൽക്കാമെന്ന് ഹമാസിനും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾക്കും ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരമൊരു അട്ടിമറി ഇനി ഉണ്ടാകുമെന്ന് ഈ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയുക സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഈ ഒരു കരാർ ഇസ്രായേൽ അംഗീകരിക്കുന്നതോടുകൂടി തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ഇതാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ബന്ദികളുടെ കൈമാറ്റം നടക്കും. ബന്ദികളെ സ്വീകരിക്കാൻ ഇസ്രായേലിലും അതോടൊപ്പം തന്നെ ഈജിപ്തിലും കരാറിൽ ഒപ്പുവെക്കാൻ ഈജിപ്തിലും ബന്ദികളെ സ്വീകരിക്കാൻ തെലവീവിലും ട്രംപ് വരുമെന്ന് ട്രംപ് തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പാർലമെന്റിനെയും ട്രംപ് അഭിസംബോധന ചെയ്യും. അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. അല്പം മുമ്പാണ് ട്രംപ് അതും അംഗീകരിച്ചിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലേക്കുള്ള സന്ദർശനം ട്രംപ് ഞായറാഴ്ച തന്നെ തുടങ്ങും. തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ഈ ബന്ദിമോചനം നടക്കും. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം സൈനിക പിന്മാറ്റം നടക്കുന്നതോടുകൂടി തന്നെ ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റും യാതൊരു വിലക്കുമില്ലാതെ എത്തിക്കണം എന്ന ഒരു ഉടമ്പടി കൂടി ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ട്. UN ഏജൻസികൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ്. വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം അവശ്യവസ്തുക്കൾ ഇല്ല, വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നമുക്കറിയാം 2 വർഷമായി അവർ അനുഭവിക്കുന്ന ദുരിതം അതില്ലാതാക്കുക എന്ന ആദ്യഘട്ടത്തിലേക്കാണ് കടക്കേണ്ടതുള്ളത്. MCA തുടരാമോ? BK സുഹൈൽ കൂടി ചേരുന്നുണ്ട്. സുഹൈൽ,